2 മണിക്കൂറോളം അടിഞ്ഞാടുകയായിരുന്നു അവരിവിടെ ചെയ്തത്. എനിക്കിട്ട് അടിച്ച അടിയെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു സിനിമയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു അടിയെന്ന് പറയുന്നത്. അത് തല മരച്ചു പോയി ഒരടിക്ക്. അവർക്കൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിൽ അങ്ങ് വർദ്ധിച്ച് അങ്ങ് പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലഹരി എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ ലഹരി ഉപയോഗിച്ച യുവാക്കൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നാട്ടുകാർ പോലീസിനെ അറിയിച്ചതിന്റെ വിരോധത്തിൽ ലഹരി സംഘം സംഘടിച്ചെത്തി നാട്ടുകാരെ മർദ്ദിച്ചു. ഒടുവിൽ 4 അംഗ ലഹരി സംഘത്തെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടതിന് ശേഷം പോലീസിന് കൈമാറി. കോട്ടയം ജില്ലയിലെ വാഴൂർ പാറാംതോട്ടിലാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സ്ത്രീകളടക്കം 10-ലധികം നാട്ടുകാർക്കാണ് ഈ ലഹരി സംഘത്തിന്റെ അക്രമത്തിൽ സാരമായി പരിക്കേറ്റത്. ഈ അക്രമത്തിൽ പരിക്കേറ്റ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചേ? കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടെ ഈ തൊട്ടപ്പുറത്ത് കട നടത്തുന്ന ഈ സന്തോഷ് അവിടെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ആ മേളിലേക്ക് പോയ സമയത്ത് ഈ പറയുന്ന 4 അംഗ സംഘം സന്തോഷിനെ ഒരു കാരണവും കൂടാതെ നീയാണോടാ ഞങ്ങളുടെ വിവരങ്ങൾ പോലീസിൽ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ച് സന്തോഷിനെ അവിടം തൊട്ട് ഏതാണ്ട് 200 മീറ്ററോളം താഴെ ഇവിടെ വരെ അടിച്ച് റോഡിൽ കൂടെ വലിച്ചഴച്ച് ഇവിടെ കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടായി. അതിനുശേഷം ഈ സന്തോഷിനെ ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇവന്മാർ 4 കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ 2 മണിക്കൂറുള്ള ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഈ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ച് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തെറികൾ പറയുകയും അതുപോലെ ഇവിടെ നിന്ന് ആളുകളെ മുഴുവൻ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇവന്മാർ ഈ നാട്ടുകാർ തന്നെയാണോ? ഇവന്മാർ ഈ നാട്ടുകാരല്ല. ഇതിനകത്ത് 2 പേരുടെ അമ്മയുടെ വീട് തൊട്ടുമേളിൽ സുമതി എന്ന് പറഞ്ഞ ആൾ അവരുടെ അമ്മയുടെ അമ്മയാണ് ഉള്ളത്. ഞങ്ങൾക്കാർക്കും ഇവരെ അറിയത്തില്ല. ഇവരിവിടെ വരാറുള്ള ആളുകൾ 3-4 ദിവസമായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോലീസ് വരാറുണ്ട് ഇവരെ അന്വേഷിച്ച്. അത് മാത്രം നമുക്കറിയാം. അല്ലാണ്ട് ഇവരിവിടെ താമസിക്കുന്ന ആളുകളെ അല്ല. നമുക്ക് ഇവിടെയുള്ള ആളുകൾക്കാർക്കും ഇവരെ അറിയത്തുമില്ല. ഒരു കാരണവുമില്ലാതെ ഇവിടെ വന്ന് 2 മണിക്കൂറോളം അടിഞ്ഞാടുകയായിരുന്നു അവരിവിടെ ചെയ്തത്. ഈ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചു. എന്നെ അടിക്കുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ ഇറങ്ങി എൻ്റെ ഭാര്യ അടിച്ചു. അങ്ങനെ താങ്കളുടെ വീട്ടിൽ കയറി വന്ന് താങ്കളെ മർദ്ദിച്ചു? വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. ഈ വീട്ടിൽ കയറി വന്ന് എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വിഷമിച്ച് എൻ്റെ ഭാര്യ ഇറങ്ങി വന്നു. എൻ്റെ ഭാര്യയുടെ കൈക്ക് ഒരു പൊട്ടലുണ്ട്. അങ്ങനെ എനിക്കിട്ട് അടിച്ച അടിയെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു സിനിമയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു അടിയെന്ന് പറയുന്നത്. അത് തല മരച്ചു പോയി ഒരടിക്ക്. അതുപോലത്തെ ഒരു അടിയാണ്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മനോജ്, പിന്നെ അതുപോലെ എല്ലാ ആളുകളെയും അതിക്രൂരമായ രീതിയിലാണ് അവർ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങളറിയാതെ ഞാൻ കൃത്യം 6:31 ആയപ്പം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതാണ്. അവരന്നേരം പറഞ്ഞ് കാഞ്ഞിരമറ്റത്താണ് അവർ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് 8 മണിയോടുകൂടിയാണ് പോലീസ് ഇവിടെ വരുന്നത്. അത്രയും സമയം അവരിവിടെ താണ്ഡവമാടുകയായിരുന്നു. നമുക്ക് വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയായിരുന്നു. അതിന് ശേഷം ഒരു 8 മണിക്ക് ശേഷമാണ് ഒരു 100-100ഓളം പേര് ഇവിടെ കൂടുകയും നാട്ടുകാർ ഈ വഴിയെ വന്നവരും ഇതറിഞ്ഞ് ഇങ്ങനെ ഇത്രയും മണിക്കൂറുകളായിട്ട് ഈ സംഭവം നടക്കുന്ന അറിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും എല്ലാം കൂടെ കൂടി ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. കെട്ടി അത് വളരെ സാഹസികമായിട്ടാണ് ഇവരെ കീഴ്പ്പെടുത്താൻ തന്നെ സാധിച്ചത്. അത് ഇവരുടെ ആ ബലമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനുള്ള ബലം അല്ലായിരുന്നു ഇവർക്കുള്ളത്. അവസാനം എല്ലാവരും കൂടെ കൂടി അതിന് ശേഷമാണ് ഇവരെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചത്. പിടിച്ചു കെട്ടി അവസാനം ആ സമയമായപ്പോഴത്തേക്ക് പോലീസ് വന്നു പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഈ 4 പേരെ കൂടാതെ 2 പെൺകുട്ടികളുണ്ട്. ഏതാണ്ട് ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർ നിരന്തരമായിട്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഉച്ച സമയങ്ങളിലെല്ലാം ഇവിടെ വരികയും കുറേ 3-4 മണിക്കൂറിന് ശേഷം അവർ തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് ഈ ഞായറാഴ്ച ഇതുപോലെ
ഇവർ രാവിലെ തൊട്ട് ഈ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും അവർ രാവിലെ തൊട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ഈ യുവാക്കള് യുവാക്കൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഏതാണ്ട് ഒരു 3 മണിയോട് കൂടി ഈ 2 പെൺകുട്ടികൾ അവർ വന്നതിന് ശേഷമാണ് അതിഭീകരാവസ്ഥയിലേക്ക് ഇവർ മാറുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഞങ്ങളെ സംബന്ധിക്കുന്നത് ഇവരാണ് ഇതുകൊണ്ട് ഇവിടെ സപ്ലൈ ചെയ്തതെന്നുള്ളത് ഞങ്ങളുടെ ബലമായ സംശയം. ഈ പെൺകുട്ടികൾ സംഭവം തുടങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടികൾ ആ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിലേ പോയെന്ന് നമുക്കറിയില്ല. ഒരുപാട് നാട്ടുകാർക്ക് പരിക്കുണ്ടല്ലേ? അവർക്കുണ്ട്. ആ കൂട്ടത്തിലാണ് എനിക്കും പരിക്ക് കിട്ടിയത്. ഇവനെ കാരണമായി മർദ്ദിക്കുന്നുണ്ട് ചോദിക്കാൻ ചെന്നതാണ്. അന്നേരം ആ കൂട്ടത്തിലാണ് എനിക്കും മർദ്ദനം കിട്ടിയത്. കൈക്ക് പട്ടി കഷ്ണത്തിന് ഇവനിട്ട് അടിച്ചടി എനിക്കിട്ട് തടഞ്ഞപ്പം കൊണ്ടതാണ്. ഇവരുമായിട്ട് യാതൊരു മുൻവൈരാഗ്യങ്ങളോ ഇവരെ കണ്ടുപരിചയമോ അങ്ങനെ ഒരു ഇതുമില്ല. അതിൻ്റെ അകത്ത് ഒരു പയ്യനെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇതിലെ പോകുന്നതായിട്ട് അറിയാം. അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉള്ളതല്ല. ഒരു 22-23 വയസ്സൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള പിള്ളേരാണ് ഇവരുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ മർദ്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവർ ഒന്നും പറയുന്നില്ല. ഒന്നും പറയാതെ അവരങ്ങ് അവരുടെ ആ എന്തോ ഒരു എനർജിയിൽ എല്ലാം അങ്ങ് ചെയ്തു പോവുക, കാട്ടിക്കൂട്ടുകയാണ്. ഈ 4 പേരാണ് ഇത്രയും നാട്ടുകാരെ മുഴുവൻ മർദ്ദിച്ചത്. ഈ 4 വേറെ ആരുമില്ല. 4 പേര് ഒന്ന് ഓരോ ടൈം ഓരോ രീതി അവർക്കൊരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ അങ്ങ് വർദ്ധിച്ച് അങ്ങ് പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭീകരമാണ്. കയ്യിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു. മാരകായുധങ്ങളൊന്നുമില്ല. കട്ട അവിടെ കിട്ടുന്ന കട്ട, കല്ല്, വടി, ഇത് ഇപ്പം കണ്ടില്ലേ, വടി കണ്ടില്ലേ, ഇവിടെ കിട്ടുന്ന വടിയും പട്ടികയും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ മർദ്ദിക്കാൻ. എനിക്ക് എന്നെ തുടങ്ങുന്നത് ഞാനിവിടെ നമുക്ക് മിഥില ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ കൂടിയൊരു സൊസൈറ്റി അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു കമ്മിറ്റി. അപ്പോൾ വൈകി അപ്പോൾ കടയുടെ ഷർട്ടിട്ട് ഞാൻ കൊണ്ട് ഓടുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്ന് അപ്പോഴത്തേനും നീ ആടാ പോലീസിന് ഇതെല്ലാം പാസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ തൊട്ട് ഒന്നും ഓർമ്മയില്ല. അടിയെന്ന് പറഞ്ഞാൽ ചേട്ടാ പെട്ടെന്നുള്ള ഒരു സൈക്കിൾ ഒത്തുപോലെ അടി. പിന്നെ നമുക്ക് കുറേയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് തന്നെ ഇത് എന്തിനാ നമ്മൾ ഈ അടി കൊള്ളുന്നത്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ 4 പേരെന്ന് പറഞ്ഞാൽ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ വരുന്നു. ജീവനോടെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു? ലഹരി എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഞാൻ ഞാൻ ഇതിൽ നിന്നും ഇത് മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഇഞ്ചപ്പരുവെന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യനെ വിടുക എന്ന് പറയുന്നത് വളരെ നമ്മളെ സംബന്ധിച്ചോളം ഒരു കേട്ടുകഴിവില്ലാത്ത ഒരു സംഭവമായിരുന്നു. ഇവിടെ ശാന്ത സുന്ദരമായിട്ടൊരു പ്രദേശത്ത് ഇത്ര തരത്തിലുള്ളൊരു അക്രമം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആശ്ചര്യമായിട്ട് തോന്നുകയാണ്. വളരെ വലിയ ഒരു അക്രമം എന്നുവെച്ചാൽ മാത്രമല്ല, വലിയ ഒരു മയക്കുമരുന്ന് ശൃംഖല, ഏറ്റവും കൂടിയ തരത്തിലുള്ളൊരു ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള 4-5 ആൾക്കാർ മാത്രമാണ് ഇവർ. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു ഗാങ് തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അന്നേരം അതിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഈ സംഭവത്തിൽ പാറാംതോട് സ്വദേശികളായിട്ടുള്ള ജൂബിൻ, ജിബിൻ, അമൽ, കിഷോർ എന്നിവരെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പ്രതികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കോട്ടയം വാഴൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. പിടിക്കാൻ പറ്റുന്ന ഒത്തം പിടി കേട്ടോ. നിന്നെ കണ്ടു വെച്ചേക്കുന്ന നിന്നെ വെടുത്തില്ല കേട്ടോ. അവൻ എടുത്തോട്ടെ കേട്ടാ. എന്നെ അടിക്കൂടാ. അവനെ അടിക്കും.
ജുബിനെ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റിയ ഏത് പോലീസുകാരുണ്ട്? നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല പോലീസുകാരെ അല്ല, ഞങ്ങളെ നിന്നെ വരെ കൊണ്ടുപോയി വിട്ടിട്ടില്ല. ഞങ്ങള് എന്റെ വീട്ടിൽ അങ്ങനെ കുള്ള പിന്നെ നോക്കാൻ പതിനാലാം വേലി എന്റെ ഇവിടെ എന്റെ അമ്മയുടെ ഇവിടെ ഈ മോനച്ചന്റെ കല്ല് മോനച്ചന്റെ ജുബിൻ ഈ തള്ള ഇതിനെല്ലാം കാരണം ഈ തള്ള വീട് കയറ്റി കാരണം എനിക്ക് പേടിയാണ് എണീക്കാം കുറെ ദിവസമായി തുടങ്ങിയിട്ട് പോലീസുകാർ വന്നെ സാറേ എനിക്ക് പേടിയുണ്ട്. അവൻ ഒരുപാട് കൊലിക്കുകയൊക്കെ ചെയ്തു. ഇതുണ്ടോ